വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മംഗലം ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ നിയന്ത്രിത അളവിൽ തുറന്നു. ചെറുകുന്നം പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ മംഗലം ഡാമിന്റെ 2 സ്പിൽവേ ഷട്ടറുകൾ ഇപ്പോൾ തുറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ഇപ്പൊ എത്ര 2 ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത് അല്ലേ സാർ? അതെ, മംഗലം അണക്കെട്ടിന്റെ 2 ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഷട്ടറും രണ്ടാമത്തെ ഷട്ടറുമാണ് തുറന്നിരിക്കുന്നത്. 2 ഷട്ടറും 10 സെന്റിമീറ്റർ വെച്ച് തുറന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെ മേഖലയിലേക്കായിരിക്കും ഇപ്പോൾ ഇതിന്റെ വെള്ളം എത്താൻ? വെള്ളം ചെറുകുന്നം പുഴയിലേക്കാണ് ഇപ്പോൾ മംഗലം അണക്കെട്ടിലെ ജലം തുറന്നു വിട്ടിരിക്കുന്നത്. വെള്ളം കിഴക്കഞ്ചേരി പഞ്ചായത്ത് വഴി മംഗലം പാലം അങ്ങനെ അതുവഴി ഗായത്രി പുഴയിലേക്ക് ചെന്ന് ചേരും. ഇത് എത്ര അളവ് കുറയുന്നത് വരെ ആയിരിക്കും ഇനി ഇത്? 76 ഓറഞ്ച് അലർട്ട്, അണക്കെട്ടിലെ ഓറഞ്ച് അലർട്ട് ആരംഭിക്കുന്നത് 76.5 മീറ്ററാണ്. 76.5 മീറ്റർ നിലനിർത്തുക എന്നാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഓഗസ്റ്റ് മധ്യത്തോടു കൂടി ഡാം അണക്കെട്ടിന്റെ ഫുൾ ലെവലിലേക്ക് ജലം ഉയർത്തും. എന്തായാലും ഈ ജലം എത്തിച്ചേരുന്ന പുഴയ്ക്ക് സമീപത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ഇതിനോടൊപ്പം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുഴയിലൊക്കെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ പുഴയോരത്ത് താമസിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നവർ, മത്സ്യം പിടിക്കാൻ ഇറങ്ങുന്നവർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ അതിശക്തമായിട്ടുള്ളൊരു മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മഴയുടെ അളവ് കൂടുതലും കുറവുമായിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ നാശനഷ്ടങ്ങളൊക്കെ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അട്ടപ്പാടി മേഖലയിൽ നിന്ന് മാത്രമാണ്, മലയോര മേഖലകളിൽ നിന്ന് മാത്രമാണ് അത്രമേൽ ശക്തമായ മഴ ലഭിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. എന്നാൽ ഈ നഗരത്തിലേക്ക് എത്തുമ്പോൾ, പ്രത്യേകിച്ച് പാലക്കാട് ടൗണിലും ആ മേഖലയിലൊക്കെ മഴ നന്നേ കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോഴാണെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ചാറ്റൽ മഴ മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വൃഷ്ടിപ്രദേശത്ത് നല്ല മഴ ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ ഡാം തുറക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത്. വൃഷ്ടിപ്രദേശത്ത് ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. എന്താണ് നമുക്ക്? വൃഷ്ടിപ്രദേശത്ത് ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. എന്നാൽ കാര്യമായൊരു നീരൊഴുക്കില്ല. 13.5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ജലമാണ് ഇപ്പോൾ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഒരു പക്ഷേ ആദ്യമായിട്ട് ഡാം തുറക്കുന്നത് എവിടെയാണോ? മംഗലം അല്ല, മണിയാർ ഡാം എല്ലാം തുറന്നു. തെക്ക് ഭാഗങ്ങളിലെല്ലാം 3-4 ഡാമുകൾ തുറന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ ജലനിരപ്പ് ക്രമീകരിക്കുന്നത് വരെ ഇത് തുടരും. ജലനിരപ്പ് ക്രമീകരിക്കുന്നവരെ തുടരും. മഴയുടെ അനുസരിച്ച്, ഇൻഫ്ലോയുടെ അനുസരിച്ച് ജലനിരപ്പ് ക്രമീകരിക്കുന്നവരെ ഇത് തുടരും. കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടോ? മഴ കനക്കുകയാണെങ്കിൽ, വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കനത്ത് ഇൻഫ്ലോ കൂടുകയാണെങ്കിൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കും. വേണിപ്പോൾ നമുക്ക് 2 ഷട്ടറുകളാണ് ഇവിടെ തുറന്നിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. മഴ ഇനി കൂടുതലാവുകയാണെങ്കിൽ, അതായത് വൃഷ്ടിപ്രദേശത്തെ മഴ ഇനിയും ശക്തമായി തുടരുകയാണെങ്കിൽ മാത്രം കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ടി വരും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇനി ഈ വെള്ളം എത്താൻ പോകുന്ന ഭാഗങ്ങളിലുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.